ഇന്നേ ദിവസം 1700 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ടതിൽ രണ്ടേ പേര് മാത്രമാണ് ഈമാനോടുകൂടെ മരണപ്പെട്ടത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടത് ഈമാൻ ഇല്ലാതെയാണ്. അത് ആലോചിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അസുർ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് എന്റെ അർത്ഥം. നമ്മൾ മരിച്ചുപോയാലും ഈ കാലം ഇവിടുന്ന് ഇല്ലാതാവുന്നില്ല. ആദം നബി എന്നു മുതൽക്ക് അല്ലാഹു തആല ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുതൽക്ക് ഈ കാലം ഓരോ ജനങ്ങളെയും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എന്തിനും കാലം സാക്ഷിയാണ് എന്ന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. എല്ലാത്തിനും കാലം സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും ഈ കാലം ഇവിടെ ഇല്ലാതാവണില്ല. പുതിയ പുതിയ കുറെ സംരംഭങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു എന്നല്ലാതെ കാലത്തിലൊരു മാറ്റവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, ഞാനാണ് ഇന്നി അനദ്ദഹർ, ഞാനാണ് കാലം നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് വലാത്ത സുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. വല്ലാത്തൊരു കാലഘട്ടം, ഇതെന്തൊരു കാല, ഇത് എന്തൊരു കാലഘട്ടമാണ് ഇത് എന്ന് പറഞ്ഞ് കാലത്തിനെ നിങ്ങളെ കുറ്റം പറയരുത്. കാരണം ഇന്നി അനദ്ദഹർ, ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ഞാനാണ് കാലം നിയന്ത്രിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ ഇങ്ങനെയുള്ള കാലത്തിനെ സത്യം പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാര് എല്ലാവരും പരാജയത്തിലാണ്, എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, എന്നാൽ 4 വിഭാഗക്കാർ മാത്രം പരാജയത്തിൽ പെട്ടിട്ടില്ല. അവർ വിജയികളാണ്. അതാരാണ്? ഇല്ലല്ലദീന ആമനൂ. അതിൽ ഒന്നാമത്തെ വിഭാഗം അവർ വിശ്വാസികളാണ്. ഈമാൻ, അചഞ്ചലമായ വിശ്വാസം അവർക്കുണ്ട്. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, അൻതുമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വ തുമിന ബിൽ ഖദരി വ ഖൈരിഹി വ ശർരിഹി. നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ 6. ആ ഈമാൻ കാര്യങ്ങൾ അത് മനസ്സിൽ ഉറപ്പിക്കലാണ്, നാവ് കൊണ്ട് വ്യക്തമായി പ്രകടിപ്പിക്കലുമാണ്, ശരീരം കൊണ്ട് ആ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളങ്ങൾ കാണിക്കലുമാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ ഈമാൻ ഉണ്ടാവണം, അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ബഗ്ദാദിലുള്ള ഒരു ഖാദി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും അവർ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം സ്വപ്നം കണ്ട സന്ദർഭത്തിൽ ഹബീബായ തങ്ങളുടെ മുഖം ഇങ്ങനെ വിവർണമായി കിടക്കുന്നു, തങ്ങളുടെ മുഖം ഇങ്ങനെ നിറം മാറിയിട്ടുണ്ട്. ചോദിച്ചു, നബിയെ എന്തു പറ്റി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാത്തത്തിൽ യൗമ അൽഫും വസബഉമിഅതി ആദമി ഫിഹാ ഇത്നാനി മാത അലൽ ഈമാൻ വൽ ബാഖി അലാ ഗൈരിൽ ഈമാൻ. ഇന്നേ ദിവസം 1700 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ടതിൽ രണ്ടേ പേര് മാത്രമാണ് ഈമാനോടുകൂടെ മരണപ്പെട്ടത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടത് ഈമാൻ ഇല്ലാതെയാണ്. അത് ആലോചിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഗൗരവമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ റൂഹിനെ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ ചോദിക്കും, എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്? എങ്ങനെ ഇയാൾ മരണസമയത്ത് അധിക ആളുടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കും. ഇത്രമേൽ ഗൗരവമാണ് ഈമാൻ പിടിച്ചു നിൽക്കുക. മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വഫാത്തിന്റെ ഘട്ടത്തില് അബൂ ഹനീഫ ഇമാമിന് ഇങ്ങനെ മകൻ തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് എന്നിങ്ങനെ അബൂ ഹനീഫ ഇമാം പറയാം. മോൻ കരയാൻ തുടങ്ങി. എന്റെ ഉപ്പത്ത് എന്ത് പറ്റി? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ എന്തേ എന്നെ ആട്ടി ഓടിക്കുന്നു? കുറച്ചു കഴിഞ്ഞപ്പോ അതിനൊരു അടക്കം വന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു, മോനെ ഞാൻ എന്നോടല്ല പറഞ്ഞത്, എന്നെ പ്രേക്ഷിക്കാൻ ഇവിടെ ഇബ്ലീസ് വന്നിരുന്നു, അവനെയാണ് ഞാൻ ആട്ടിവിട്ടത് എന്ന് മഹാനായ അബൂ ഹനീഫ ഇമാം പറയാം. അവർക്ക് അവരുടെ ഈമാൻ കൊണ്ട് അതിനൊക്കെ സാധിക്കും. നമ്മുടെ ഈമാൻ എത്രത്തോളം ഉണ്ടാവും? അപ്പൊ എത്രയാണ് നമ്മളൊക്കെ ഈ ഒരു കാര്യത്തിൽ ഗൗരവപ്പെടേണ്ടത്? ഈമാൻ നഷ്ടപ്പെടും.